ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഗൂഗിൾ പേ അതേപോലെ തന്നെ ഫോൺ പേ, പേടിഎം ഒക്കെ ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് UPI പിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും അതിൽ നിന്ന് SMS പോകാതിരിക്കുകയോ ചെയ്യുന്ന അതിന്റെ കുറച്ച് കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടുകൊണ്ട് നിങ്ങളുടെ കാരണം മനസ്സിലാക്കി ആ ഒരു കാരണം പരിഹരിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു UPI പിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗൂഗിൾ പേ തുടങ്ങിയ UPI ആപ്പുകൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ കാരണം പറയുന്നത് നിങ്ങളുടെ ATM കാർഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ATM കാർഡ് ആകരുത്. നിങ്ങളുടെ ATM കാർഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ATM കാർഡ് പുതുക്കി നിങ്ങൾ മേടിക്കേണ്ടതാണ്. അങ്ങനെ പുതിയ ആ ഒരു ATM കാർഡ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ UPI പിൻ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് UPI ആപ്ലിക്കേഷനുകൾ സെറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയ ATM കാർഡ് കിട്ടിയതാണെങ്കിൽ നിങ്ങൾ അത് ആക്ടിവേഷൻ ചെയ്തിരിക്കണം. നിങ്ങൾ പുതിയ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ആ അക്കൗണ്ടിൽ ലിങ്ക് ആയിട്ടുള്ള ATM കാർഡ് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചതിന് ശേഷം നിങ്ങൾ ATM കൗണ്ടറിൽ പോയിട്ട് അത് ആക്ടിവേഷൻ ചെയ്യാത്ത ഒരു കാർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ആക്ടിവേഷൻ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് UPI പിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ATM കാർഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും മാറ്റി കിട്ടിയ പുതിയ കാർഡ് ആണെങ്കിലും ATM കൗണ്ടറിൽ പോയിട്ട് ആക്ടിവേഷൻ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ ആ ഒരു ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് UPI പിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ATM കാർഡ് ആക്ടിവേഷൻ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ പേര് താഴെ കമന്റ് ആയിട്ട് കൊടുത്താൽ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് ആ ഒരു ATM കാർഡ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ നൽകുന്നതായിരിക്കും. ആ ലിങ്കിലൂടെ എങ്ങനെ ATM കാർഡ് ആക്ടിവേഷൻ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ATM കാർഡ് ഒരു ജോയിന്റ് അക്കൗണ്ടിൽ ലിങ്ക് ആയിട്ടുള്ള ATM കാർഡ് ആയിരിക്കരുത്. ജോയിന്റ് അക്കൗണ്ടിൽ ലിങ്ക് ആയിട്ടുള്ള ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും UPI പിൻ ക്രിയേറ്റ് ചെയ്യാനോ ഗൂഗിൾ പേ തുടങ്ങിയ UPI ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനോ സാധിക്കില്ല. അപ്പൊ അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ATM കാർഡ് ഉപയോഗിച്ച് അല്ല നിങ്ങൾ ആ ഒരു UPI പിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് UPI പിൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ കാർഡിലും അതേപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും ഒരേ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കുകയും ആ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കുകയും വേണം. ആക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ റീചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ആ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കുകയും വേണം. ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ UPI ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഫോണിൽ ഉണ്ടായിരിക്കുകയും വേണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് UPI പിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ആയിട്ട് ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ആയിട്ട് ചോദിക്കുമ്പോൾ അതെനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ഉടനെ തന്നെ അതിനെ എനിക്ക് മറുപടി നൽകാനായിട്ടും സാധിക്കും. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കല്ലേ.